പാർവതീപതയേ ഹര മഹാദേവ. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര മനോഹര. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര മനോഹര. ഭാഗിമാ അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. ഭാഗിമാ അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര. ശങ്കര ചന്ദ്രശേഖര ഗംഗാധര സുമനോഹര. ഭാഗിമാ അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. ഭാഗിമാ അഭയങ്കര മൃത്യുഞ്ജയ വിശ്വേശ്വര. നീലകണ്ഠ ബാലനേത്ര രത്നഭൂഷിത സുന്ദര. നീലകണ്ഠ ബാലനേത്ര രത്നഭൂഷിത സുന്ദര. നീലകണ്ഠ ബാലനേത്ര രത്നഭൂഷിത സുന്ദര. നീലകണ്ഠ ബാലനേത്ര രത്നഭൂഷിത സുന്ദര. ഭാഗിമാ കരുണാകര പരമേശ്വര സർവേശ്വര. ഭാഗിമാ കരുണാകര പരമേശ്വര സർവേശ്വര. പരമേശ്വര സർവേശ്വര. പരമേശ്വര സർവേശ്വര. നമഃ പാർവതീപതയേ ഹര മഹാദേവ. ദക്ഷയജ്ഞം ദക്ഷയജ്ഞം പറയൂ. ശംഭോ മഹാദേവ ദേവ. ശംഭോ മഹാദേവ ദേവ. ശിവ ശംഭോ മഹാദേവ ദേവേശ. ശംഭോ ശംഭോ മഹാദേവ ദേവ. ശിവ ശംഭോ മഹാദേവ ദേവേശ. ശംഭോ ശംഭോ മഹാദേവ ദേവ. ഭാവനം വൃത്തിഹീനം ഭാരണിപ്രതിഷാദന്ധപഞ്ചേഷു കീടം ശൂലാഹരാരാധികൂതം ശുദ്ധമസ്തേന്ദുചൂഡം ഭജേ മാധവന്തും. ശംഭോ മഹാദേവ ദേവ. ശിവ ശംഭോ മഹാദേവ ദേവേശ. ശംഭോ ശംഭോ മഹാദേവ ദേവ. നമഃ പാർവതീപതയേ ഹര മഹാദേവ. നമ്മുടെ ഇഷ്ടപ്രകാരം ഇവിടെ ഒന്നും നടക്കില്ല. കാരണം നമ്മൾ ഒരു നല്ല കുടുംബത്തിൽ ജനിക്കണം. നമ്മൾ തീരുമാനിച്ചിട്ട് നല്ല കുടുംബത്തിൽ ജനിക്കാൻ പറ്റില്ല. അങ്ങനെ നല്ല കുടുംബത്തിൽ നമ്മളായി തീരുമാനിച്ച് ജനിക്കാൻ പറ്റുമെങ്കിൽ സൗകര്യമായി. തിരക്കേണ്ട കുട്ടികളെല്ലാം ടാറ്റാ ബിർല വീട്ടിലെയും അംബാനി വീട്ടിലെയും ജനിക്കാമായിരുന്നു. അല്ലെങ്കിൽ നല്ല ഭക്തന്മാരുടെ കുടുംബത്തിൽ ജനിക്കാമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജനിക്കാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യണം? പൂർവജന്മ സുഹൃതം വേണം. ഇവിടെ പറയുന്നു പ്രസൂതി സത്വംശേ വപുരണുപമം വാക്ച മധുര. നല്ല കുടുംബത്തിൽ ജനിച്ചാലും നല്ല കുടുംബത്തിൽ ചില ബുദ്ധിഭ്രംശമുള്ള കുട്ടികളുണ്ടാവും, അംഗഹീനമായ കുട്ടികളുണ്ടാവും. നല്ല കുടുംബത്തിൽ മാത്രം ജനിച്ചിട്ട് കാര്യമില്ല. വപുരണുപമം, നല്ല സുന്ദരമായ സൗന്ദര്യമുള്ള ശരീരം കൂടി കിട്ടണം. അങ്ങനെ നല്ല ശരീരം കിട്ടണമെങ്കിൽ അതും നമ്മുടെ കയ്യിലില്ല. കിട്ടിയ കളറിൽ കറുത്ത കളറായ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലി വരട്ടി അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയേ പറ്റുള്ളൂ. അപ്പം നല്ല സൗന്ദര്യമുള്ള ശരീരവും നല്ല ആരോഗ്യമുള്ള ശരീരവും. ചില ആൾക്ക് നല്ല ശരീരം നല്ല ഭംഗിയായിരിക്കും, വായ തുറന്നാലോ വിഷം പോലെ കുത്തു അക്കകളെ പറയുള്ളൂ. പിന്നെ ശരീര സൗന്ദര്യമായിട്ട് എന്താ പ്രയോജനം? വാക്കല്ലേ മാധുര്യമായിട്ടിരിക്കണം.
വാച്ച മധുര. തമിഴിൽ പറയുന്നുണ്ട്. തമിഴിൽ പറയുമ്പോൾ തേൻ ഒഴുക സംസാരിക്കണം, തേൻ സ്വട്ട സ്വട്ട സംസാരിക്കണം. ജിഹ്വാ മേ മധുമത്തമ വേദം പ്രാർത്ഥിക്കുന്നു. തേൻ ഒഴുക സംസാരിക്കണം പറഞ്ഞാൽ വായിൽ 2 സ്പൂൺ തേൻ ഒഴിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുന്നില്ല. ആ വാക്കുകൾ തേന് പോലെ മധുരമായിരിക്കണം. വാക്ച മധുര. സഭാസംഭാവ്യക്തം. പിന്നെ ഒരു സഭയിൽ നമ്മൾ കയറി വരുമ്പോൾ എല്ലാവരും വെറുവെറുന്ന് ആദരവോട് വിളിക്കാനുള്ള ഒരു പെരുമ കൂടി ഉണ്ടാവണം. സഭ അധ്യക്ഷൻ്റെ പദവി കൂടി. അധ്യക്ഷനെ വിളിക്കുമ്പോൾ മാത്രം ചില ആളുകൾ വെറുതെ പറയും. സാധാരണത്തിൽ ഒന്നും വിളിക്കാറില്ല. ഏത് സമയത്ത് പോയാലും നമ്മൾ അധ്യക്ഷൻ്റെ ഒരു രൂപത്തിൽ നമ്മൾ ആവണം. സഭാസംഭാവ്യക്തം. സകലവിധ കലാ കൗശലമപി. എല്ലാ കലകളിലും കൗശലം, നല്ല സാമർഥ്യം. ചില ആൾക്ക് പാടാനേ പറ്റുള്ളൂ, ചില ആൾക്ക് കൊട്ടാനേ പറ്റുള്ളൂ, ചില ആൾക്ക് നൃത്തം വയ്ക്കാനേ പറ്റുള്ളൂ, ചില ആൾക്ക് പ്രഭാഷണം ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ എല്ലാം പറ്റുന്ന ഒരാളുണ്ട് നമ്മുടെ അടുത്ത്. ഗോപാൽജി ഉണ്ടല്ലോ, അദ്ദേഹം നന്നായിട്ട് നൃത്തം വയ്ക്കും, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് കൊട്ടും കൊട്ടി പാട്ട് പാടാൻ ബുദ്ധിമുട്ടാണ്. ചില ആൾക്ക് കൊട്ടിയാൽ പാട്ട് വരില്ലേ, പാട്ട് പാടിയാൽ കൊട്ടാൻ പറ്റില്ല. അതിന് ചില പ്രത്യേകത വേണം. അപ്പം നല്ല പ്രഭാഷണം കൂടി ചെയ്യും. അങ്ങനെ ഒരു കല ഇല്ലേ, പല കലകൾ പഠിക്കണമെങ്കിൽ അത് നല്ല ബുദ്ധി വേണം. സകലവിധ കലാ കൗശലം മതി. എല്ലാ കൗശലം മാത്രം പോരാ, പിന്നെ സമ്പത്ത് കൂടിയാണ്. സമഗ്ര സമ്പത്തി, നല്ല സമ്പത്ത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോരാ. ഇതെല്ലാം ഉണ്ടായിട്ട് ആരോഗ്യം ഇല്ലെങ്കിൽ എന്താ പ്രയോജനം? പ്രതിദിവസ ആരോഗ്യമപിയത്. പ്രതിദിവസം ആരോഗ്യം വർദ്ധിക്കണം. നമുക്കൊക്കെ ഓരോ ദിവസം ആരോഗ്യം കുറഞ്ഞാണ് പോകുന്നത്. ആദ്യം 2 റോമം വെളുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ഇങ്ങനെ വെളുത്ത് പോകുന്നു. അങ്ങനെ കരുത്ത് വന്നാൽ നന്നായി, ഒന്നും തേക്കാതെ. പ്രതിദിവസം ആരോഗ്യമപിയത്. പ്രതിദിവസ ആരോഗ്യം, നല്ല ആരോഗ്യം. ഇതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അത് പറയുന്നു. തദേത പ്രാചീന ജനുഷി വിഷമാഹാർച്ചന ഫലം. പൂർവജന്മത്തിൽ മഹാദേവന ബിൽവതലം കൊണ്ട് ആരാണ് അർച്ചിച്ചിട്ടുണ്ടാവുമോ, മഹാദേവനക്ക് ആരാണ് അഭിഷേകം ചെയ്തിട്ടുണ്ടാവുമോ. ഉത്തരഭാരതത്തിൽ പോയാൽ എല്ലാവരും അങ്ങനെ ഗംഗയിൽ വെള്ളമെടുത്ത് മഹാദേവനെ അഭിഷേകം ചെയ്യും. അങ്ങനെ ശിവപൂജയുടെ മഹിമയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പൂർവജന്മത്തിൽ ശിവപൂജ ചെയ്തവർക്ക് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ആ ശിവൻ്റെ ജന്മ പറയുന്ന ഒരു കഥയാണ് ദക്ഷയാഗം. ഈ ദക്ഷയാഗം പറയാൻ കാരണം, എല്ലാവർക്കും സന്താനം ഉണ്ടായി പറയുമ്പോൾ മഹാദേവനക്കും സതീദേവിക്കും സന്താനം ഉണ്ടായിട്ടില്ല. കാരണം അതിനു മുമ്പ് തന്നെ സതീദേവി ശരീരത്യാഗം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് അപ്രൗഢൈവ ആത്മനാത്മാനം അജഹ യോഗസംയുത. അപ്പോൾ ചോദിക്കുന്നു വിദുര മഹാശയൻ, ഭവീശീലവതാം ശ്രേഷ്ഠേ ദക്ഷോ വിതൃവത്സലഃ. അതിന് സതീദേവി ശരീരത്യാഗം ചെയ്യാൻ കാരണം അച്ഛനക്കും അതേപോലെ ഭർത്താവിനും അത്ര സൗജന്യം, ഒരു പ്രേമം ഉണ്ടായിട്ടില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ ഭവേ ശീലവതാം ശ്രേഷ്ഠേ. മഹാദേവൻ ഒന്നും ചോദിക്കാതെ ഇല്ല. പിന്നെ ദക്ഷൻ പെൺകുട്ടിയോട് കൂടുതൽ വാത്സല്യമുള്ള ആളാണ്. ദക്ഷോ ദഹിതൃവത്സലഃ വിദ്വേഷം അകരോത് തസ്മാത്. എന്തുകൊണ്ടാണ് വിദ്വേഷം ചെയ്തു ചോദിക്കുമ്പോഴാണ് അതിനെ കാരണം കഥ ഇവിടെ പറയുന്നു. പണ്ട് വിശ്വസൃക്കുകൾ, പ്രജാപതികളിൽ ചില ആളുകൾ, അവർ എല്ലാവരും ഒരുമിച്ച് യാഗം ചെയ്യുന്ന സമയത്താണ് യാഗശാലയിൽ കയറി വന്നു ദക്ഷൻ. യജമാനനാണ് ദക്ഷൻ. സത്രം പറയുമ്പോൾ എല്ലാവരും യജമാനനല്ലേ. അങ്ങനെ ദക്ഷൻ വന്നപ്പോൾ എല്ലാവരും ദക്ഷനെ നമസ്കരിച്ചു. എല്ലാവരും നമസ്കരിക്കുമ്പോൾ ദക്ഷങ്ങൾ നോക്കുന്നു ആരൊക്കെയാണ് നമസ്കരിക്കാത്ത ആളുകൾ. ചിലർ അങ്ങനെയാണ്. ആയിരത്തിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ കൈകൂപ്പാത്ത ആളുകൾ ഉണ്ടോ നോക്കും.
അങ്ങനെ നോക്കുമ്പോൾ 2 പേർ ദക്ഷിണ നമിച്ചിട്ടില്ല. ഋതേ വിരിഞ്ചം ശർവഞ്ച തദ്ഭാസാക്ഷിപ്തചേതസഃ. ബ്രഹ്മാവ് ശിവൻ. ഇത് കണ്ടപ്പോഴാണ് ബ്രഹ്മാവിനെ വിട്ടു. എന്താ കാരണം സ്വന്തം അച്ഛനായി പോയി. പിന്നെ ബ്രഹ്മാവിൻ്റെ സ്ഥാനം കൊടുത്താൽ പോലും എഴുന്നേൽക്കാൻ പാടില്ല എന്ന നിയമം. നമ്മൾ ബ്രഹ്മാവിനെ വിട്ടു. മഹാദേവനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. പ്രാം നിഷണ്ണം മൃഡം ദൃഷ്ട. മഹാദേവൻ ദക്ഷൻ്റെ നേർ മുമ്പത്തെ സീറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ദേഷ്യം വന്നു. പിന്നെ സഭയിൽ പറയാൻ പറ്റാതെ ചില വാക്കുകളൊക്കെ ഇവിടെ പറയുന്നു. സഭയിൽ നിന്ദിക്കാൻ പാടില്ല. ഭാര്യയെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും സഭയിൽ കുറ്റം പറയാൻ പാടില്ലേ എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. ഭാര്യയെ കുട്ടികളെ പോലും പ്രത്യേകമായിട്ട് വിളിച്ച് കയറ്റി മുറിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലേ എന്ന് പറയാം. സഭയിൽ ചീത്ത പറഞ്ഞ 2 ആൾക്കാർ. ഒന്ന് ശിശുപാലൻ. കേൾപ്പാൾ സെവിശുരു കീഴ്മൈ വസവുകളിൽ വയ്യും എന്നാണ് ഭക്തന്മാർ പാടുന്നു. ഈ ശിശുപാലൻ ചെവിച്ചൂടു. ചെവിയിൽ ചൂടാവുന്ന വാക്കുകളാണ് പറയുള്ളൂ. കുത്തുവാക്കുകളാണ്. പഴുക്ക കാച്ചിയ ഇരുമ്പ് കമ്പി ചെവിയിൽ നുഴച്ചാൽ എത്രയാണ് അത്രയും ദുഃഖകരമായ വാക്കുകളാണ്. ആർക്ക്? കൃഷ്ണഭക്തന്മാർക്കില്ലേ, കൃഷ്ണനക്കില്ലേ. ശിശുപാലൻ്റെ അടുത്തിരിക്കുന്ന കൃഷ്ണനെ ദ്വേഷിക്കുന്ന അവർക്ക് പോലും ഇങ്ങനെ കൊള്ളാൻ പാടില്ല തോന്നിപ്പോകുന്ന വാക്കുകളെ പറയുള്ളൂ. അങ്ങനെ ശിശുപാലൻ സഭയിൽ വെച്ച് നിന്ദിച്ചു കൃഷ്ണന്. അതേപോലെയാണ് ഇവിടെയും ദക്ഷൻ. അയന്തു ലോകപാലാനാം യശോഘ്നോ നിരപത്രപഃ സദ്ഭിരാചരിത പന്ഥായേന സ്തബ്ധേന ദൂഷിതഃ. ലോകപാലകന്മാരിൽ ഈശാനൻ പേരിൽ ഇരുന്ന് എല്ലാവരുടെ പേരും ചീത്തയാക്കുന്നു. എൻ്റെ ശിഷ്യനാണ്. ശിഷ്യന് പറയാൻ എന്താ കാരണം? എൻ്റെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ലേ. പിന്നെ എൻ്റെ പെൺകുട്ടിക്ക് നല്ല മാണ് പോലെ കണ്ണാണ്. ഈ ശിവൾക്കോ മർക്കടലോചന കുരങ്ങൻ്റെ കണ്ടുപോലെയാണ്. അങ്ങനെയൊക്കെ നല്ല ക്രിയാവൊന്നും ഇല്ലേ. അശുചി. ഭിന്നശൈലി. നല്ല പട്ടുവസ്ത്രം ഒന്നും ധരിക്കാറില്ലേ. പാൺസ് പൗഡർ പൂശാറില്ലേ. നല്ല ചെയിൻ ഒന്നാണ് ധരിക്കാറില്ലേ ശിവൻ. ശിവൻ ധരിക്കുന്നത് തന്നെ ആണത്തോളും പുളിത്തോളും ഒക്കെ ധരിച്ചിരിക്കുന്നു. പാൺസ് പൗഡറിന് പകരം ശ്മശാന ചുടല ഭസ്മമാണ് ധരിച്ചിരിക്കുന്നു. ആഭരണത്തിന് പകരം പാമ്പുകളെ ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ കയ്യിൽ നല്ല AK-47 ഒരു നല്ല തോക്ക് ഉണ്ടായിട്ടില്ലേ. ഒരു ത്രിശൂലം വച്ചിരിക്കുന്നു. സഞ്ചരിക്കാൻ ഒരു പ്രായമായ മൂത്ത കാളിൻ്റെ വരിൽ കയറി സഞ്ചരിക്കുന്നു. ഇതെല്ലാം തത്വമാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലേ ദക്ഷൻ. ത്രിശൂലം ധരിക്കാൻ എന്താ കാരണം? സത്വരജ സ്തമോ ഗുണമായ മായ എൻ്റെ വശത്തിലാണ്. അത് കാണിക്കാൻ വേണ്ടിയാണ് ത്രിശൂലം ധരിച്ചിരിക്കുന്നു. പാമ്പുകളൊക്കെ കാമക്രോധവശന്മാരാണ്. പാമ്പുകളെ ശരീരത്തിൽ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം കാമകോപങ്ങളെ എൻ്റെ അടുത്ത് അടക്കി വച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ തത്വം. ചുടലഭസ്മം ധരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം അവസാനം എല്ലാവരും ഇങ്ങനെ ആവാൻ പോകുന്നു. പിന്നെ കാരുണ്യം കൊണ്ടാണ്. ശിവരാത്രി പോലും പ്രദോഷത്തിൽ പോലും മഹാദിന തൊഴാത്തവർ അവസാനം എന്താണ് ശ്മശാനത്തിൽ എത്തിച്ചേരും. നാളാളുകൾ ഉണ്ടാക്കും അവിടെ. അങ്ങനെ അവരെ കത്തിച്ച ശേഷം അവരുടെ ഭസ്മം ധരിച്ചിട്ടെങ്കിലും അവരെ നേരാക്കാൻ തീരുമാനിച്ചിട്ടാണ്. ഇപ്പോഴും നേപ്പാളിൽ പശുപതിനാഥിലും അതേപോലെ ഉജ്ജയിനി മഹാദേവൻ്റെ ക്ഷേത്രത്തിലും കാശി ശിവക്ഷേത്രത്തിൽ വിശ്വനാഥ ക്ഷേത്രത്തിലും ശ്മശാനത്തിൽ നിന്നും ഭസ്മം എടുത്തിട്ടാണ് ഭഗവാനുക്ക് അഭിഷേകം. ഇങ്ങനെ മഹാദേവൻ്റെ മഹിമ മനസ്സിലാക്കിയിട്ടില്ലേ. മൂത്ത കാളയിൽ കയറി സഞ്ചരിക്കുന്ന പറഞ്ഞാർത്ഥം ധർമ്മത്തിൻ്റെ മുകളിലാണ് മഹാദേവൻ. ധർമ്മ വഴി കൂടി ചെന്നാൽ മഹാദേവനെ കാണാം. ഇത് മനസ്സിലാക്കാതെ ശിവനെ നിന്ദിച്ച് അവസാനം ഒരു ശാപം കൂടി കൊടുത്തു. സഹഭാഗം നലഭതാം ദേവൈർദേവഗണാഹമഃ. എല്ലാ ദേവന്മാരോടൊപ്പം ശിവനുക്ക് ഹവിർഭാഗം ഇല്ല. ഇത് അറിയിച്ചപ്പോഴാണ് നന്ദികേശ്വരനുക്ക് ദേഷ്യം വന്നു. നന്ദികേശൻ അദ്ദേഹം ഒരു ഭഗവാനെ നിന്ദിച്ചാൽ ഭക്തനുക്ക് സങ്കടമുണ്ടാവാം. ഗുരുനാഥനെ നിന്ദിച്ചാൽ ശിഷ്യനുക്ക് സങ്കടമാവാം. ഭർത്താവിനെ നിന്ദിച്ചാൽ പതിവ്രതയ്ക്ക് സങ്കടമാവാം. അതുകൊണ്ട് ഭക്തനായ നന്ദികേശ്വരൻ ദക്ഷിണ ശപിച്ചു. നിനക്ക് ആടിൻ്റെ തല വരട്ടെ. ദക്ഷോ ബസ്തമുഖോ ചിരാത്. ഉടനെ ഇല്ല, കുറച്ചു കാലത്ത് വേഗം വരട്ടേനെ ശപിച്ചു. ശാപത്തോട് ആ യാഗം അവിടെ സമർപ്പിച്ചു. ഇനി ലോകത്തിൽ ഒരാളും യാഗം ചെയ്യാൻ പുറപ്പെട്ടിട്ടില്ലേ.
കാരണം യാഗത്തിൽ രുദ്രായ സ്വാഹ, ശിവനുക്ക് അവിഭാഗം ഉണ്ട്. പക്ഷേ പാടില്ലേ, ശപിച്ചു പോയി ദക്ഷൻ. എങ്ങനെ യാഗം ചെയ്യുന്നതെന്ന് അറിയാത്ത എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോഴാണ് ദക്ഷൻ തന്നെ സ്വയമായിട്ട് ഒരു യാഗം തുടങ്ങി വെച്ചു. ശിവനുക്ക് അവിർഭാഗമില്ലാതെ യാഗം, വാജപേയ യാഗം എന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അംഗമായ യാഗം ഇഷ്വാസ വാജപേയേന ബ്രഹ്മിഷ്ഠാനഭിഭൂയ ച ബൃഹസ്പതി സവം നാമ സമാരേഭേ ക്രതുത്തമം. ആ യാഗത്തിനെ എല്ലാവർക്കും ക്ഷണക്കത്തയച്ചു. പക്ഷേ സ്വന്തം മരുമകനായ മഹാദേവനക്കോ മോളുടെ പേരിൽ പോലും ഒരു കത്ത് ഒന്ന് അയച്ചിട്ടില്ലേ, ഒരു വാട്സപ്പ്, ടെലഗ്രാം ഒന്നും പറഞ്ഞിട്ടില്ലേ. പക്ഷേ യാഗത്തിന് പോകുന്നവർ എല്ലാവരും കൈലാസം വഴിക്കൂടിയാണ് പോകുന്നത്. അപ്പോൾ സതീദേവിയോട് പറഞ്ഞു, അച്ഛൻ്റെ വീട്ടിൽ വലിയ ഉത്സവം നടക്കുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഉത്സവം പറഞ്ഞാൽ പെട്ടെന്ന് സ്ത്രീകൾക്ക് അവിടെ പോകാൻ തോന്നിപ്പോകും. ഇവിടെ സതീദേവി തന്നെ ഇവിടെ പറയുന്നു, ഭർത്തുഹു ഗുരോഹോ ദേഹകൃതസ്ഥ കേതനം കഥം സുതായാഹ പിതൃഗേഹ കൗതുകം. പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. ഒരു ചെറിയ ഫംഗ്ഷനായാലും ഒരു 4 ദിവസം മുമ്പ് തന്നെ പോകും. എൻ്റെ അമ്മയെ സഹായിക്കാൻ ഒരാളില്ലേ, ഞാൻ തന്നെ പോകണം പറഞ്ഞ് ഒരു 4 ദിവസം മുമ്പ് തന്നെ പോകും. പിന്നെ ഒന്ന് നേരാക്കിയിട്ട് വരാൻ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉത്സവമായാൽ ഷട്ടിപൂർത്തി, ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഷട്ടിപൂർത്തി പറഞ്ഞാൽ തലേ ദിവസം മാത്രമേ ഉള്ളൂ. എന്താ കുട്ടികൾക്ക് ലീവ്, അവധിയില്ലേ, പരീക്ഷയാണ്, എന്തൊക്കെയാണ് പറഞ്ഞ് ഒരു ദിവസം തലേ ദിവസം പറയും, അടുത്ത ദിവസം ഫ്ലൈറ്റ് പിടിച്ചിട്ട് മടങ്ങിപ്പോകും. പക്ഷേ അച്ഛൻ്റെ വീട്ടിൽ ചെല്ലാൻ അങ്ങനെയല്ലേ. അങ്ങനെയാണ് ഇവിടെ ഭാഗവത്തിൽ പറയുന്നത്, അതേ പറയുള്ളൂ. അങ്ങനെ സതീദേവി പറയുന്നു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നമുക്ക് ക്ഷണക്കത്ത് വന്നില്ലല്ലോ, ക്ഷണിക്കാതെ എങ്ങനെ പോവാം? ക്ഷണിക്കാതെ ചില വീട്ടിലേക്ക് നമുക്ക് പോകാം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യയെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് ശിഷ്യന്മാർ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെ വീട്ടിലേക്ക് മകളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അച്ഛനമ്മമാർ ദേഷ്യപ്പെട്ട് എൻ്റെ വാതിൽപ്പടിയിൽ കയറി വരരുത് പറഞ്ഞാലും നമ്മൾ കയറി പോവാം. അവർ ചലിച്ചാലും കുഴപ്പമില്ലേ, അങ്ങനെ അവർ നമസ്കരിച്ചിട്ട് വരണം. ഇതൊക്കെ സതീദേവി പറഞ്ഞപ്പോഴാണ് മഹാദേവൻ പറഞ്ഞു, ത്വയോദിതം ശോഭനമേവ ശോഭനേ. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ വിളിക്കാൻ മറന്നുപോയാൽ നമ്മൾ പോകാമായിരുന്നു. ഞാൻ പോയാൽ എൻ്റെ അച്ഛനക്ക് സന്തോഷമുണ്ടാവില്ല. നമ്മൾ ഒരു സ്ഥലത്തിൽ പോയാൽ അവർക്ക് സന്തോഷമുണ്ടായാലേ അവിടെ പോകാവൂ. നമ്മൾ പോകുന്നത് കൊണ്ട് അവർക്ക് സങ്കടമുണ്ടെങ്കിൽ അവിടെ പോയി അവരെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനില്ല പറഞ്ഞാൽ അതിനർത്ഥം നീ പോയിക്കോളും. അതിൻ്റെ ധ്വനി അങ്ങനെയാണ്, ഓരോ ശബ്ദത്തിൻ്റെ ധ്വനി പറയും. അപ്പോൾ ഞാനില്ല പറഞ്ഞപ്പോൾ നീ പോയിക്കോളുന്ന അതിൻ്റെ ധ്വനിയെ മനസ്സിലാക്കിയിട്ടാണ് സതീദേവി പുറപ്പെട്ടു. സതീദേവി പുറപ്പെടുമ്പോൾ മഹാദേവനൊന്നും തടഞ്ഞിട്ടില്ല. എന്താ കാരണം? പത്യങ്കനാസം ശുഭയത്ര ചിന്തയെന്ന്. ഇപ്പോൾ സതീദേവിക്ക് ഈ ശരീരം വീടാനുള്ള സമയമായി, ശരീരം വെടിയാനുള്ള സമയമായി. ഇപ്പോൾ ഇവിടെ നിർത്തിവെച്ചാൽ അച്ഛനെ ഓർത്ത് മരിച്ച് പിന്നെ വീണ്ടും അവിടെ തന്നെ പോകും. അവിടെ പറഞ്ഞു വിട്ടാൽ അവിടെ നിന്നും എന്നെ ഓർത്ത് ശരീരം വിട്ടാൽ എന്താവും? വീണ്ടും എൻ്റെ അടുത്ത് പ്രാപിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് മഹാദേവൻ മൗനമായിരുന്നു. പിന്നെ സഹായമൊക്കെ ചെയ്തു കൊടുത്തു. ദേവിയുടെ ഒരു പുറപ്പാടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എഴുന്നള്ളിപ്പ് എങ്കിലും നമുക്ക് പറയാം. എന്തൊക്കെ ദേവിക്ക് വേണോ അതൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു. ഒരു ഭാര്യ പുറപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ എടുത്ത് നേരാക്കി പാക്ക് ചെയ്താണ് ഭഗവാനോട് അയക്കുന്നത്. താം സാരിക കന്തുക ദർപ്പന അംബുജ ശ്വേതാതപത്ര വ്യജനസ്രഗാദിവിഹി. എപ്പോഴും കയ്യിൽ ഒരു കിളി വെച്ചിട്ടുണ്ടാവും മീനാക്ഷി ദേവി. കിളി പറയുന്നത് സത്സംഗമാണ്. എപ്പോഴും നമശിവായ പറയുന്ന ഒരു കിളിയാണ്. ആ സാരിക ദേവി കയ്യിൽ കൊടുത്തു. പിന്നെ ഇടയ്ക്ക് പന്ത് വെച്ച് കളിക്കാറുണ്ട്. ചെറിയ കുട്ടിയല്ലേ സതീദേവി, അതുകൊണ്ട് കയ്യിൽ പന്ത് എടുത്തു കൊടുത്തു. പിന്നെ പെൺകുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കും. അങ്ങനെ നോക്കി ഇടയ്ക്ക് ടച്ചപ്പൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതിന് കണ്ണാടി എപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ടാവും ചെറിയ പെൺകുട്ടികൾ. അതും കൂടി കൊടുത്തു മഹാദേവൻ. കയ്യിൽ വെച്ചോളൂ, ഇടയ്ക്ക് അങ്ങനെ നോക്കിക്കോളൂ. ദർപ്പന അംബുജ, പിന്നെ താമരപ്പൂ എപ്പോഴും കയ്യിൽ വയ്ക്കാറുണ്ട്. ശ്വേതാതപത്രൻ, പിന്നെ സതീദേവി അത്ര വെളുത്ത കളറില്ലെങ്കിലും കൂടുതൽ കറുത്ത് പോകാൻ പാടില്ല വിചാരിച്ചിട്ടാണ് ഒരു വെള്ള കുട കൂടി കൊടുത്തു. ശ്വേതാതപത്ര
പിന്നെ ഇടയ്ക്ക് വിയർത്ത് വന്നാലോ വേണ്ടെന്നാൽ പിന്നെ പൗഡറൊക്കെ പോകും. അത് വേണ്ട വിചാരിച്ച ഒരു വ്യജനം ചില നാട്ടിലൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടേ നടക്കാറുണ്ട്. ജപ്പാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കയ്യിൽ ഒരു വിസിരിയും കൊടുത്തു. വ്യജന സ്രകാതിരുഹി എന്ന മാള. പിന്നെ അമ്മയുടെ എഴുന്നേൽപ്പ് പറഞ്ഞാൽ സാധാരണല്ലേ, കൊട്ട് തീപ്പന്തം ഇതൊക്കെ വേണ്ടേ. ഗീതായനി ദുദ്ദുബി ശംഖ വേണുരുഹി വൃഷേന്ദ്രമാരോപ്യ. ആ വൃഷഭപാണത്തിൽ കയറാൻ പറ്റില്ലേ, ചെറിയ കുട്ടിയല്ലേ സതീദേവി. അപ്പോൾ മഹാദേവനെ എടുത്ത് അവിടെ വെച്ചു. ചിലപ്പോൾ വണ്ടിയിൽ ഭാര്യയ്ക്ക് കയറാൻ പറ്റില്ലെങ്കിൽ ഭർത്താവ് എടുത്ത് കയറ്റി വിടണം. അതൊക്കെ ഇവിടെ കാണിച്ചു തരണം. രാമൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൃഷേന്ദ്രം ആരോപ്യ എന്ന കുമാരനുള്ള അമ്മയുടെ ആ എഴുന്നള്ളിപ്പ് കാണാൻ വേണ്ടി കഥ പറയാറുണ്ട്. കേരളത്തിൽ ബില്വാമംഗല സ്വാമികൾ വടക്കുംനാഥനെ തൊഴാൻ പോയപ്പോൾ അവിടെ ഒരു ഭിത്തിര, അവിടെ ഉള്ളിൽ ചെന്നപ്പോൾ വടക്കുംനാഥനെ കണ്ടില്ലേ. നമ്മളൊക്കെ വിഗ്രഹം മാത്രമേ കാണുള്ളൂ. ഉള്ളിൽ ചൈതന്യം അവർ നേരിട്ട് കണ്ടിരുന്നു പണ്ടത്തെ മഹാത്മാ. അവിടെ നോക്കുമ്പോൾ വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ ഉള്ളിലില്ലേ. വടക്കുംനാഥൻ ഇല്ലല്ലോ വിചാരിച്ചിങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴാണ് ആ അമ്പലത്തിൻ്റെ ഭിത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു വടക്കുംനാഥൻ. ഇവിടെ എന്താ കയറിയിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ അവിടെ കുമാരനുള്ള അമ്മയുടെ എഴുന്നള്ളിപ്പാണ്. അത് കാണാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അമ്മയുടെ പുറപ്പാട് ആ കാണാൻ മഹാദേവന് പോലും സന്തോഷമാണ്. വൃഷേന്ദ്രം ആരോപ്യ വിടങ്കിതാഹി. അങ്ങനെ സതീദേവി പുറപ്പെട്ട് അവിടെ വന്നു. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ യാഗത്തിൽ ശിവനക്ക് മഹാദേവനക്ക് ആവിർഭാവം ഇല്ല മനസ്സിലാക്കി ശിവനാമത്തിൻ്റെ പെരുമ ഇവിടെ എടുത്തു പറയുന്നു. ഭാഗവതം വൈഷ്ണവമായ പുരാണമായാലും ഇവിടെ ശിവനാമത്തിൻ്റെ പെരുമ എടുത്തു പറയുന്നു. യദ്വ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത്പ്രസംഗാദഗമാസു വന്തി തത് പവിത്രകീർത്തിം തം അലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരഃ. യദ്വ്യക്ഷരം. ശിവനക്ക് പല നാമങ്ങളുണ്ട്. ധൂർജടി, വിരൂപാക്ഷൻ, ത്രയക്ഷൻ. ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ശിവശിവ എല്ലാവർക്കും പറയാം. യദ്വ്യക്ഷരം. അത് പഞ്ചാക്ഷരമായി ജപിക്കണമെങ്കിൽ ചിലപ്പോൾ ഉപദേശം വേണ്ടി വരും. വെറുതെ ശിവശിവ ജപിക്കാൻ ഉപദേശമൊന്നും ആവശ്യമില്ല. ഗിരേരിതം നൃണാം. പിന്നെ ശിവനെ ധ്യാനിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. മനസ്സുകൊണ്ട് ശിവനെ ധ്യാനിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. വെറുതെ ശിവശിവ പറഞ്ഞാൽ മതി. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. സകൃത്. നമ്മളെന്ത് സാധനങ്ങൾ താഴെ വീണാലോ ഇങ്ങനെ പൊട്ടിപ്പോയാലോ നമ്മൾ പറയും ശിവശിവ. അങ്ങനെ ശിവശിവ ഇങ്ങനെ ചെയ്തു പോയല്ലോ, ശിവശിവ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ അറിയാത്ത ശിവശിവ പറഞ്ഞാൽ മതി. സകൃത്. ഇതാണ് പ്രസംഗം. അറിയാതെ പറഞ്ഞു പോയി. പിന്നെ ഗുരുനാഥൻ നല്ല ഉദാഹരണം പറയും. ഒരാൾ നായം പിടിച്ച് വാക്കിയും പോയിക്കൊണ്ടിരിക്കുന്നു. നായയെ പിടിച്ച് വാക്കിയും പോകുമ്പോഴാണ് ഇയാളുടെ നായയെ കടിക്കാൻ തെരുവിൽ നിന്ന് വേറൊരു നായ വന്നു. അവൾ ഇത് തെരുവിൽ നിന്ന് വന്ന നായ ഷി എന്ന് പറഞ്ഞു. സ്വന്തം നായ വാ പറഞ്ഞു. ഷി വാ പറഞ്ഞപ്പോൾ മഹാദേവൻ വിചാരിച്ചു ശിവ എൻ്റെ പേര് പറഞ്ഞില്ലേ വിചാരിച്ച് അനുഗ്രഹിച്ചു. ഇതാണ് പ്രസംഗം. ഇങ്ങനെ അറിയാതെ ജപിച്ചാൽ പോലും അനുഗ്രഹിക്കുന്ന ആളാണ്. അവൻ്റെ പാപങ്ങളൊക്കെ മാറ്റി അവനക്ക് നല്ല സ്ഥാനം കൊടുക്കുന്ന ആളാണ്. പവിത്ര കീർത്തിം തമലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരഃ. ശിവൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഒരു വാക്കില്ലേ. മാർക്കണ്ഡേയൻ പേരുള്ള കുട്ടിക്ക് 16 വയസ്സ് പറഞ്ഞിട്ടുള്ളൂ. അവരുടെ അച്ഛനമർമ്മയെ തപസ് ചെയ്തു. മൃക്കണ്ടു എന്ന മഹർഷിയാണ്. മൃക്കണ്ടുവിൻ്റെ മകനായത് കൊണ്ടാണ് മാർക്കണ്ഡേയൻ നമ്മൾ പറയുന്നത്. മൃക്കണ്ടു മരുത്വതി ദമ്പതിമാർ ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ശിവൻ ചോദിച്ചു, 16 വയസ്സുള്ള നല്ല കുട്ടി വേണോ, ഇല്ല 100 വയസ്സുള്ള ദുഷ്ടപുത്രൻ വേണോ ചോദിച്ചു. 100 വയസ്സുള്ള ദുഷ്ടപുത്രനെ കൊണ്ട് എന്താ ബുദ്ധി, എന്താ ഗുണം? 16 വയസ്സുള്ള നല്ല കുട്ടി കിട്ടിയാൽ മതി പറഞ്ഞപ്പോൾ തഥാസ്തു പറഞ്ഞു പോയി. കുട്ടിക്ക് പ്രായമാകുമ്പോൾ അച്ഛനമ്മമാർ കരയാൻ തുടങ്ങി. 15 വയസ്സായപ്പോൾ കരയാൻ തുടങ്ങിയപ്പോൾ കുട്ടി ചോദിച്ചു അച്ഛനമ്മമാരോട് എന്താണ് വിഷമം. അപ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞപ്പോൾ മാർക്കണ്ഡേയൻ പറഞ്ഞു, പേടിക്കേണ്ട, ആ ശിവനുടെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ വയസ്സുകൊണ്ട് നീട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലൊരു ക്ഷേത്രമുണ്ട് തിരുക്കടയോ. അവിടെയാണ് അമൃതകലശം വെച്ച് ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കുന്നു. കഥ പറയുന്നുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കുട്ടിപ്പുറത്തിൻ്റെ അടുത്ത്, തിരുവാളൂർ. അവിടെ തിരുവാളൂരില്ലേ, അവിടെ ഒരു തൃപ്പറങ്കോട് ഒരു ക്ഷേത്രമുണ്ട്. കുട്ടിപ്പുറത്തിൻ്റെ അടുത്ത് തിരുനാവായി മഹാക്ഷേത്രമാണ്. തിരുനാവായിൽ മഹാകുംഭമേള നടക്കാൻ പോകുന്നു.
ഓരോരോ നദിക്കും ഒരു കുംഭമേള പണ്ട് നടത്തിയിരുന്നു. കേരളത്തിൽ മാത്രം കുറേ കാലമായിട്ട് 200 കൊല്ലമായി അതൊന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയായി ഭരണം തോന്നുന്നു. അപ്പോൾ അത് വീണ്ടും അങ്ങനെ ആ മഹാകുംഭമേള ഒവ്വൊരു നദിക്കും ഉണ്ട്. ഗോദാവരി നദിയിലും ക്ഷിപ്രാ നദി ഉജ്ജയിനിൽ നടന്നു, കാശി അതുപോലെ കാവേരിയിൽ നടന്നു. അതുപോലെ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് 200 കൊല്ലത്തിൽ ശേഷമാണ് ഇപ്പോൾ ആ ഭാരതപ്പുഴയ്ക്കുള്ള പെരുമയ്ക്ക് വേണ്ടി തിരുനാവാമുകുന്ദൻ ഭാഗവതത്തിൽ ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. നവയോഗികളുടെ ഉപദേശം ഭാഗവതത്തിലുണ്ട്. നവയോഗികൾ തപസ് ചെയ്തുകൊണ്ടാണ് തിരുനാവ എന്ന് പേര് വരാൻ കാരണം. അവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നു. പറ്റുന്നവർ ഈ സപ്താഹം കഴിഞ്ഞ് പോവാം. ഇന്ന് തുടങ്ങി അവിടെ ഉത്സവം. ഫെബ്രുവരി 3 വരെയാണ് അവിടെ നാമജപം, പ്രഭാഷണം, വലിയ ഉത്സവം നടക്കാൻ പോകുന്നു. 108 മഹാവിഷ്ണുവിൻ്റെ ദിവ്യക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. കേരളത്തിലുള്ള ഒരു 14 ക്ഷേത്രങ്ങളിൽ അവിടെ ആ തിരുനാവ വളരെ വിശേഷപ്പെട്ടതാണ്. പറ്റുന്നവർക്ക് അവിടെ പോവാം. അപ്പം പറഞ്ഞു വന്ന കാര്യം, അതിൻ്റെ അടുത്താണ് ഈ തൃപ്പറങ്കോട്. അവിടെയാണ് ഇവിടെ കേരളത്തിലുള്ളവർ പറയും. എന്തായാലും ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് മാർക്കണ്ഡേയൻ ശിവനെ പൂജിച്ചു. അങ്ങനെ പൂജിക്കുന്ന സമയത്താണ് സമയമായപ്പോൾ പറഞ്ഞു വിട്ടു യമൻ തൻ്റെ ദൂതന്മാരൊക്കെ മാർക്കണ്ഡേയനെ അടുത്ത് പോലും ചെല്ലാൻ പറ്റില്ല. കാരണം അത്രയും തേജസ്സാണ്. ഭക്തന്മാരുടെ ശരീരത്തിൽ ദിവ്യ തേജസ് ഉണ്ടാവും. അവരുടെ അടുത്ത് ദുഷ്ടശക്തികൾ അടുത്ത് നിൽക്കാൻ പറ്റില്ലേ. അവർ പേടിച്ച് യമനോട് പറഞ്ഞപ്പോൾ യമൻ സ്വയം പുറപ്പെട്ടു വന്നു. കുട്ടിയോട് പറഞ്ഞു, കുട്ടി പേടിക്കേണ്ട, നിന്നെ നല്ല ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നു. വറു പറഞ്ഞപ്പോൾ രുദ്രം പശുപതിം സ്ഥാനം നീലകണ്ഠ മഹാപതിം നമാമി കിന്നോ മൃത്യു കരിഷ്യതി. എനിക്ക് മരണഭയമില്ലേ. ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമഹ. ചന്ദ്രശേഖരനായി ഭഗവാനെ ആശ്രയിച്ച ആളാണ്. എനിക്ക് നിന്നെ കണ്ട് ഭയമില്ലേ പറഞ്ഞത്. ആ കുട്ടി, ഞാൻ ഭഗവാനെ പൂജിക്കാനുള്ള സമയമായി, നിന്റെ ഒപ്പം വരാൻ എനിക്ക് താല്പര്യമില്ലേ എന്ന് പറഞ്ഞ് ശിവനെ പൂജിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് യമനക്ക് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം വലിയ ആൾക്കാർക്ക് കൊണ്ട് പറഞ്ഞ് എല്ലാവരും കേട്ട് അഭ്യാസമായി പോയാൽ പിന്നെ ഒരാൾ കേട്ടില്ലെങ്കിൽ ദേഷ്യം ശുദ്ധിയെടുക്കും. നമ്മളെ പോലെ നമ്മൾ എല്ലാം വലിയ ആൾക്കാർ വിചാരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ പറഞ്ഞ് കേട്ടെങ്കിൽ ദേഷ്യം ഉണ്ടാവും. അങ്ങനെ അഭ്യാസമായി പോയ യമധർമ്മരാജാവ് ദേഷ്യത്തിൽ ചെയ്തു ആ പാശക്കൈനെ എടുത്ത് മാർക്കണ്ഡേയനക്ക് പകരം ചെയ്ത് മാർക്കണ്ഡേയൻ കുറിച്ച് ശിവലിംഗത്തിൽ ഇങ്ങനെ ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. ചേർത്തിട്ട് വലിച്ചപ്പോൾ എന്തായി, ശിവൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ കാലുകൊണ്ട് ഒരു ചവിട്ട് കൊടുത്തു. ഒരു തട്ട് കൊടുത്തപ്പോൾ എന്തായി, യമൻ മീനും മരിച്ചു. എല്ലാവർക്കും സന്തോഷം. യമനക്ക് കഴിയാൻ ഒരാളില്ലേ ലോകത്ത്. യമൻ പോയല്ലോ, എല്ലാവരെയും പ്രാണൻ കിട്ടുന്ന ആളല്ലേ, നീ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഭൂമി ദേവിക്ക് സങ്കടമായി. യമൻ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഭാരം കുറയുന്നു. യമൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭാരം കൂടുതലാവും. ജീവിപ്പിക്കണേ പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ ജീവിപ്പിച്ചു. അപ്പോൾ യമൻ ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞു 16 വയസ്സ്. അപ്പോൾ മഹാദേവൻ 16 വയസ്സ് പറഞ്ഞ് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് മാറ്റി എഴുതാം 16 വയസ്സ് എന്നും കൂടി എഴുതി. ഇങ്ങനെ TP ശിവൻ, തൃപ്പറങ്കോട് ശിവൻ, അതിനകത്ത് തൻ്റെ എൻജിയിലും കൂട്ടി ചേർത്ത് എഴുതി. പിന്നെ TK തിരുക്കടയൂർ, നമ്മുടെ നാട്ടിൽ തിരുക്കടയൂർ എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് നടന്നതായിട്ട് പറയുന്നു. അങ്ങനെ അലംഘ്യ ശാസനം. മഹാദേവൻ ഒന്ന് ശാസിച്ചു കഴിഞ്ഞാൽ അത് ലംഘിക്കാൻ ലോകത്തിൽ ഒരാളും ഇല്ല. അങ്ങനെയുള്ള മഹാദേവനെ നീ മഹാദേവനോട് ദേഷ്യം പുലർത്തുന്നുണ്ടല്ലോ. ഭഗവാനോ ദ്വേഷ്ടി ശിവം ശിവേതരഹ. ഇങ്ങനെ മഹാദേവൻ്റെ പെരുമ പറഞ്ഞ് അടുത്ത ക്ഷണം ദേവി, എനിക്ക് ഒരു മഹാദേവൻ്റെ ശിവഭക്തൻ്റെ പെണ്ണായി ജനിച്ച് ശിവനെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ വിചാരിച്ച് ശിവനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ ശരീരം തൻ്റെ യോഗാഗ്നിയിൽ ഭസ്മമാക്കി അടുത്ത ജന്മത്തിൽ പർവ്വതാജന്മാരിയായി ജനിച്ച് പാർവതിയായി കല്യാണം കഴിക്കാൻ പോകുന്നു. ഈ കാര്യമൊക്കെ പണ്ടേ മനസ്സിലാക്കിയ മഹാദേവൻ ഇങ്ങനെ ശാന്തിയായി സമാധാനമായിരിക്കുന്നു. അപ്പോൾ നാരദൻ എന്ന് ചോദിച്ചു, എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, ദക്ഷിണ ശിക്ഷിക്കേണ്ടേ? മഹാദേവൻ ചോദിച്ചു, അതിന് ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, ദക്ഷിണ ശിക്ഷിക്കാൻ എൻ്റെ ഒരു ജട പോയാൽ മതി എന്ന് പറഞ്ഞ് തൻ്റെ കോപത്തിൽ തൻ്റെ ചുണ്ട് കടിച്ചു പിടിച്ചു.
ക്രുദ്ധഃ സുതഷ്ടൗഷ്ടപുട്ടഃ സധുർജട്ടിർജടാം തടിത്വണ്ണിസട്ടോഗ്രരോചിഷം ഉത്കൃത്യ രുദ്രസഹസോക്ഷിതോഹസൻ ഗംഭീരനാദോ വിസസർജതാംഭുവി. തൻ്റെ ജടയിൽ നിന്നും ഒരു ജട വരച്ച് നിലത്തിൽ അടിച്ചപ്പോഴാണ് അതിൽ നിന്നും വീരഭദ്ര പെരുമാൻ പുറപ്പെട്ടു. വീരഭദ്രനോട് പറഞ്ഞു ദക്ഷയാഗത്തെ നശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീരഭദ്രൻ തൻ്റെ സഖിയായ കാളിയെയും വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു വന്നു. യാഗശാലയിൽ വന്ന എല്ലാവർക്കും ശിക്ഷ കിട്ടി. കാരണം ശിവാപരാധത്തിന് ബന്ധപ്പെട്ടവരല്ലേ. ശിവനെ നിന്ദിക്കുന്ന സമയത്ത് ഭഗവന്റെ പേരിൽ ദേവന്റെ കണ്ണുകൊണ്ട് നന്നായിട്ട് ചെയ്തോളൂ പറഞ്ഞു. അപ്പം ഭഗവന്റെ കണ്ണ് തോണ്ടിയെടുത്തു. ഭഗം നന്ദികേശ്വരനാണ് അത് ചെയ്തു. പൂഷ എന്ന പേരുള്ള ദേവൻ ചിരിച്ചുകൊണ്ടിരുന്നു. പൂഷ പറഞ്ഞാൽ സൂര്യനാണ്. ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചണ്ഡികേശ്വരൻ, ശിവക്ഷേത്രത്തിൽ നിർമാല്യ ദേവത നമ്മൾ കാണാറുണ്ടല്ലോ. വിഷ്ണു ക്ഷേത്രത്തിൽ വിശ്വക്സേനയുടെ പോലെയാണ് നിർമാല്യ ദേവത ചണ്ഡികേശ്വരൻ. ആ ചണ്ഡികേശ്വരൻ പൂഷാവിൻ്റെ പല്ല് തട്ടിയെടുത്തു. അപ്പോൾ ആർക്കെങ്കിലും പല്ല് എടുക്കണമെങ്കിൽ, പുതിയ പല്ല് വയ്ക്കണമെങ്കിൽ ചണ്ഡികേശ്വരൻ്റെ അടുത്ത് പോയാൽ മതി. ഒരു അടി കിട്ടിയാൽ മതി, 30 താഴെ വീഴും. പിന്നെ മരയിപ്പിക്കാൻ സൂചി കുത്തി പിന്നെ പഞ്ച് വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ചണ്ഡികേശ്വരൻ പൂഷാവിനെ ശിക്ഷിച്ചു. ഭൃഗു മഹർഷി ഇങ്ങനെ താടി ഇങ്ങനെ അത് താടി ഇങ്ങനെ ലാളിച്ചു കൊണ്ടാണ് കേട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി പറിച്ചെടുത്തു. ഭൃഗും ബബന്ധ മണിമാൻ പേരുള്ള ഒരു ഭൂതഗണം. വീരഭദ്ര പ്രജാപതി. വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് തൻ്റെ കൈകൊണ്ട് തന്നെ തിരികെ എടുത്തു. നമ്മൾ മറന്നു കുപ്പിയുടെ അടപ്പിൽ നിന്ന് തുറക്കില്ലേ, അങ്ങനെ തിരികെ എടുത്ത് ഇട്ടു അഗ്നികുണ്ഡത്തിൽ. യജമാനം പോയ ശേഷം പിന്നെ എന്താ യാഗം? എല്ലാവരും പേടിച്ചുകൂടിയ ദേവന്മാർക്ക് ബ്രഹ്മാവോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആദ്യമായി ദേവന്മാരെ വിളിച്ചുകൊണ്ട് കൈലാസയാത്ര പുറപ്പെട്ടു. ഇപ്പോൾ കൈലാസയാത്ര എല്ലാവരും ടൂർ പോകാറുണ്ടല്ലോ. കൈലാസയാത്ര ആദ്യം ട്രാവൽ സംഘടിപ്പിച്ചത് ബ്രഹ്മാവാണ്. അദ്ദേഹം സരസ്വതി ട്രാവൽസിന് തൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു ട്രാവൽസ് ഉണ്ടാക്കി തയ്യാർ ചെയ്ത് പുറപ്പെട്ടു. ദേവന്മാരെ വിളിച്ചുകൊണ്ടു ശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര സാംബ സദാ ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര സാംബ സദാ ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര സാംബ സദാ ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര സാംബ സദാ ശിവശംഭോ ശങ്കര പാർവതി നായക പരമേശ സ്വാമി പാർവതി നായക പരമേശ സ്വാമി പാർവതി നായക പരമേശ സ്വാമി പാർവതി നായക പരമേശ സ്വാമി ഭക്തജനപ്രിയ പങ്കജലോചന ലീലാ സ്വാമി ഭക്തജനപ്രിയ പങ്കജലോചന ലീലാ സ്വാമി ഈശാ വിശ്വേശ ജഗദീശ വിശ്വേശ ഈശാ വിശ്വേശ ജഗദീശ വിശ്വേശ കൈലാസവാസ കനക സഭേശ ഈശാ വിശ്വേശ കൈലാസവാസ കനക സഭേശ ഈശാ വിശ്വേശ ശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര സാംബ സദാ ശിവശംഭോ ശങ്കര ശംഭോ ശങ്കര സാംബ സദാ ശിവശംഭോ ശങ്കര ശിവശംഭോ ശങ്കര ശിവശംഭോ ശങ്കര
ദേവന്മാരെ വിളിച്ചിട്ടുണ്ട് ഈ ബ്രഹ്മാവ്. അവിടെ കൈലാസത്തിൽ ചെന്നപ്പോഴാണ് ഒരു വലിയ ആളവൃക്ഷത്തിൻ്റെ തറയിലാണ് മഹാദേവൻ ദക്ഷിണാമൂർത്തിയായി അവിടെ ഇരിക്കുന്നു. തസ്മിൻ മഹായോഗമയേ മോക്ഷുശരണേ സുരാഹ ദദൃശു ശിവമാസീനം ത്യക്താമർഷമിവാന്തകം. സനന്ദനാദ്യൈഹി മഹാസിദ്ധ്യൈഹി, സനന്ദനൻ മുതലായ സിദ്ധന്മാർക്ക് അടുത്തിരിക്കുന്നു. നാരദനും അവിടെ മുമ്പിലിരിക്കുന്നു. നാരദായ പ്രബോധന്തം, എല്ലാവർക്കും ദക്ഷിണാമൂർത്തി പറഞ്ഞാൽ അർത്ഥം ചിന്മുദ്രയെ കൊണ്ട് ഉപദേശിക്കുന്നു. ചിന്മുദ്ര പറഞ്ഞാൽ അർത്ഥം ഈ തർജനി, എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന വിരലുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് തർജനി. തർജനി പേരെന്താ കാരണം? എല്ലാവരും പേടിക്കുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെ പറയും. ഇങ്ങനെ ഞാൻ പറയാറില്ല, ഇങ്ങനെ കാണിച്ചാൽ വേറെ അർത്ഥം. ഈ വിരലാണ് തർജനി മുദ്ര. ഈ വിരലാണ് ജീവൻ, ഈ തള്ളവിരലാണ് പരമാത്മ. ഈ ജീവനാവുന്നവൻ ഈ സത്വരജസ്തമസ് ഇതോട് ചേർന്നാൽ ദുഃഖിക്കും, ഈ പരമാത്മാവോട് ചേർന്നാൽ ദുഃഖിക്കില്ലേ. കർമ്മമലം, ആണവമലം, മായാമലം എന്നൊക്കെ പറയും. ഈ വിഷയങ്ങളിൽ ചേരാതെ ജീവൻ പരമാത്മാവോട് ചേർന്നാൽ സുഖമായിട്ട് ജീവിക്കാം. അത് കാണിക്കാൻ വേണ്ടിയാണ് ചിന്മുദ്രയോട് ഉപദേശിക്കുന്ന മഹാദേവൻ്റെ രൂപം. ഈ മഹാദേവനെ കണ്ടാൽ, ദക്ഷിണാമൂർത്തിയെ കണ്ടാൽ മതി, നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ദക്ഷിണ പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനം എന്നാണ് അർത്ഥം. നമ്മൾക്ക് ദക്ഷിണ പറഞ്ഞാൽ ആചാര്യന്മാർ കൊടുക്കുന്ന 10 രൂപ ദക്ഷിണ വിചാരിക്കണം. സാധാരണ അർത്ഥം ദക്ഷിണ പറഞ്ഞാൽ, ദക്ഷിണ പറഞ്ഞാൽ തെക്ക് വശത്തിന് ദക്ഷിണ പറയും. തെക്ക് വശം നോക്കിയിരിക്കുന്ന ദേവൻ, അങ്ങനെ വിചാരിക്കാം. തെക്ക് നോക്കിയിരിക്കുന്ന ദേവൻ മാത്രമല്ലേ, ജ്ഞാനം കൊടുക്കുന്ന ദേവനാണ്. ശേമുഷി ദക്ഷിണാപ്രോക്ത സാ യസ്യാം ഈക്ഷണേ മുഖം ദക്ഷിണാമൂർത്തിരിത്യുക്ത ശിവോസോ ബ്രഹ്മവാദിവിധി. ആരെ കണ്ണ് കാണുമ്പോഴാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവും? ആ ഭഗവാനാണ് ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയായ ഭഗവാൻ ദേവന്മാർ സ്തുതിക്കുന്നു. പ്രധാനമായിട്ട് ബ്രഹ്മാവ് സ്തുതിക്കുന്നു. ബ്രഹ്മാവ് വന്നപ്പോൾ തന്നെ ദക്ഷിണാമൂർത്തി, ഞാൻ ഗുരുനാഥൻ പറഞ്ഞിരുന്നിട്ടില്ലേ, ബ്രഹ്മാവിന് അങ്ങോട്ട് നമസ്കരിച്ചു. അത് മഹാദേവൻ. മഹാദേവനും നമസ്കരിക്കാൻ എന്താ കാരണം? ബ്രഹ്മാവ് അച്ഛൻ്റെ സ്ഥാനമാണ്. അർഹത്തമ കസ്യ യഥൈവ വിഷ്ണു. വാമനാവതാരത്തിൽ വാമന ഭഗവാൻ സ്വന്തം അച്ഛനായ കശ്യപനെ നമസ്കരിച്ചതുപോലെയാണ് ഇവിടെ നമസ്കരിക്കുന്നു പറയുന്നത്. അങ്ങനെ നമസ്കരിച്ചാലും ദേവനല്ലേ, ജാനേത്വാം ഈശം വിശ്വസ്യ തുടങ്ങി ഗംഭീരസ്തുതിയൊക്കെ ചെയ്ത് ഈ ദക്ഷയാഗത്തിൽ പോയ ദേവന്മാർക്ക് അംഗഭംഗം ഉണ്ടായിപ്പോയി. അവർക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം. കാരണം ആദ്യത്തെ വൈദ്യനാണ് മഹാദേവൻ. പറല്യാം വൈദ്യനാഥൻ വൈദ്യനാഥൻ എന്ന പേര്. 12 ജ്യോതിർലിംഗത്തിൽ പറളി എന്ന ഗ്രാമത്തിൽ, ഇവിടെ അവിടെ വേറെ സ്ഥലത്തിലാണ്, കേരളത്തിലൊരു പറളിയുണ്ട്, അത് വേറെ. വൈദ്യനാഥനായിട്ട് അവിടെ ഭഗവാൻ ഇരിക്കുന്നു. തമിഴ്നാട്ടിൽ വൈദീശ്വരൻ കോവിൽ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ വൈദ്യനാഥനായി ഭഗവാൻ മഹാദേവൻ ഇരിക്കുന്നു. പ്രഥമോ ദീവ്യോഭിഷക്. സാധാരണ ശിവക്ഷേത്രത്തിൽ തമിഴ്നാട്ടിൽ ഭസ്മം മാത്രമേ കൊടുക്കാറുള്ളൂ. ആ ക്ഷേത്രത്തിൽ മാത്രം ഭസ്മം മാത്രമല്ല, കുറച്ച് ഗുളികയും കൊടുക്കും. ആ ഗുളിക കഴിച്ചാൽ നമുക്ക് രോഗങ്ങളൊക്കെ മാറും എന്നാണ് വിശ്വാസം, അനുഭവം. ഇപ്പോൾ ഗുളിക അവിടെ പണ്ട് അവിടെ മേൽശാന്തി കൊടുത്തിരുന്നു. ഇപ്പോൾ പ്രത്യേകം അവർ കട വെച്ച് അവർ പ്രത്യേകം ചോദിച്ചാൽ തരും. ഗുളിക വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഗുളികയല്ലേ, ആ ശിവൻ്റെ ചുറ്റിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ് അത് എടുത്ത് ഗുളികയായിട്ട് നമുക്ക് തരുന്നു. അത് കഴിച്ചാൽ മതി. അത് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഭഗവാന്റെ 3 നാമങ്ങൾ ജപിച്ചാൽ മതി. ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച ജപേന്നാമത്രയം നിത്യം മഹാരോഗനിവാരണം. വിഷ്ണുനാമങ്ങളിൽ അച്യുതാനന്ദ ഗോവിന്ദ ഈ 3 നാമം ജപിച്ചാൽ എങ്ങനെ രോഗം മാറുമോ അതേപോലെയാണ് ഇവിടെ ബാലാംബികേശ. അവിടുത്തെ അമ്മയുടെ പേരാണ് ബാലാംബിക. അതുകൊണ്ടാണ് ബാലാംബികേശ വൈദ്യേശ ഭവരോഗ ഹരേതിച്ച. മഹാദേവൻ ഡോക്ടർ പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ് ഡോക്ടർ? ഓരോരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ. ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്, ഏതിലാണ് സ്പെഷ്യലിസ്റ്റ് മഹാദേവൻ ചോദിച്ചാൽ ഭവരോഗ ഹരേതിച്ച. ജനിച്ചാലേ നമുക്ക് ദുഃഖമൊക്കെ വരുള്ളൂ, വ്യാധികളൊക്കെ. ജനന മരണമില്ലാതെ ജ്ഞാനം കൊടുക്കുന്ന
ഒരു വൈദ്യനാണ്. ഭവരോഗ ഹരേത് ജപേത് നാമത്രയം നിത്യം മഹാരോഗ നിവാരണം. ആ വൈദ്യനാഥ ഭഗവാനെ എല്ലാവരും പൂജിച്ചിട്ടുണ്ട്. ശ്രീരാമൻ വനവാസയാത്ര വരുമ്പോൾ അവിടെ വന്ന് പൂജിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീരാമ സൗമിത്തി ജടാജുവേദ ഷടാനനാദിത്യ കുജാർച്ചിതായ ശ്രീനീലകണ്ഠായ രാമയായ ശ്രീവൈദ്യനാഥായ നമഃ ശിവായ. മഹാദേവ 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 മഹാദേവ. തമിഴിൽ ആ ക്ഷേത്രത്തിൻ്റെ പേര് പുല്ലിരുക്ക് വേലൂർ. പുല്ലിരുക്ക് വേലൂർ പുല്ല് പറഞ്ഞാൽ പക്ഷി. ഋക്ക് ഋഗ്വേദം പൂജിച്ചിട്ടുണ്ട്. വേൽ സുബ്രഹ്മണ്യസ്വാമി പൂജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചൊവ്വാദോഷമുള്ളവർക്ക് ആ ക്ഷേത്രത്തിൽ വന്ന് തൊഴാറുണ്ട്. ഇങ്ങനെ ശ്രീരാമ സൗമിത്യ ജടാജു വേദ ഷടാണ ആദിത്യ കുജാർച്ചിതായ ചൊവ്വ അങ്ങനെ ഗ്രഹങ്ങൾക്ക് പൂജിച്ച മഹാക്ഷേത്രമാണ്. അവിടെ കുളത്തിൽ കുളിക്കുന്നതും അവിടെ ശയനപ്രശ്നമൊക്കെ വളരെ പ്രധാനമാണ്. അങ്ങനെ വൈദീശ്വരനായി മഹാദേവൻ എല്ലാവർക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ദാടിയില്ല പറഞ്ഞ് ബഹുമഹർഷിക്ക് ആടിൻ്റെ താടി വെച്ചോളൂ പറഞ്ഞു. അതേപോലെ കണ്ണില്ലാതെ ഭഗവനോട് പറഞ്ഞു കണ്ണുള്ള ആളുടെ കൈ പിടിച്ച് നടന്നോട് പറഞ്ഞു. പിന്നെ പല്ലില്ലാതെ പൂഷാവോട് പറഞ്ഞു ഇപ്പോൾ പല്ലില്ലെങ്കിൽ കുഴപ്പമില്ല, കിട്ടിയ എന്തെങ്കിലും സാധനം കിട്ടിയാലോ ഉടച്ച് പൊടിയാക്കി കഴിച്ചോളൂ, കളിയുഗം വന്നാൽ വാങ്ങാൻ പല്ല് കിട്ടും അത് വാങ്ങി വെച്ചോളൂ പറഞ്ഞു. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ യാഗം സമർപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ദക്ഷൻ്റെ തലയില്ലേ. അപ്പോൾ അവിടെ അടുത്തിരുന്ന ആടിൻ്റെ തല വെച്ച് പിടിപ്പിച്ചു. ആടിൻ്റെ തലയായാലും നാമം ജപിച്ചപ്പോൾ അത് നന്നായി, നല്ല തലയായാലും നാമം ജപിച്ചില്ലെങ്കിൽ അത് വേസ്റ്റാണ്. അങ്ങനെ ആടിൻ്റെ തല കൊണ്ട് സന്തോഷിച്ചു ദക്ഷൻ. വീണ്ടും മഹാദേവനെ പൂജിച്ചു. യാഗം തുടങ്ങുമ്പോൾ യജ്ഞനാരായണ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ യജ്ഞനാരായണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദക്ഷനോട് പറഞ്ഞു, ദക്ഷ, ശിവഭക്തി കൊണ്ടുവന്നവർ വിഷ്ണുദ്വേഷവും വിഷ്ണുഭക്തി ചെയ്യുന്നവർ ശിവദ്വേഷവും ഇതൊക്കെ ചെയ്യാൻ പാടില്ല. ഞാൻ തന്നെയാണ് 3 രൂപത്തിൽ വയ്ക്കുന്നത്. അഹം ബ്രഹ്മാച സർവസ്യ ജഗത കാരണം അഹം. ഒരേ വൈദ്യുതി ശക്തി നമ്മളെ പല രൂപത്തിലൂടെ സഹായിക്കുന്നുണ്ടല്ലോ. മൈക്കായിട്ട് ഇവിടെ ശബ്ദം കിട്ടുന്നു, അവിടെ ലൈറ്റായിട്ട് വെളിച്ചം തരുന്നു, പിന്നെ ഫാനായിട്ട് കാറ്റ് തരുന്നു. ഇങ്ങനെ ഒരേ വൈദ്യുതി ശക്തി പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നത് പോലെയാണ് ഒരേ ദേവനാണ് പല വേഷം മാറി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ബാക്കി മതത്തിലുള്ളൊക്കെ പറയും ഞങ്ങളുടെ മതത്തിൽ ഒരേ ഒറ്റ ദൈവമേ ഉള്ളൂ, നിങ്ങളുടെ മതത്തിൽ എത്ര 33 കോടി ദൈവന്മാർക്കും പറയും. നമ്മളെ കളിയാക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്കാണ് ഭേദം. ഒരു പള്ളിക്കാർ അടുത്ത പള്ളിയിൽ ചെന്നാൽ ഇടിക്കും കൂടും. അവരെ വീണ്ടും ചെയ്യാൻ അതെല്ലാം പറ്റില്ലേ. അവർക്കാണ് ഭേദങ്ങൾ ജാസ്തി. നമ്മുടെ മതത്തിൽ ദൈവത്തിൻ്റെ രൂപം മാത്രമേ പല രൂപം, ശക്തി ഒന്നേ ഉള്ളൂ. ഏകം സദ്വിപ്ര ഭൂതാവദന്തി. ഒരേ ദേവനെയും ഒരേ ശക്തി പറയുന്നതാണ് നമ്മുടെ മതം. അങ്ങനെ മഹാദേവൻ്റെ പെരുമ ഇവിടെ എടുത്തു പറയുന്നു ഈ ഘട്ടത്തിൽ. പിന്നെ പാർവതിയായിട്ട് ജനിച്ച് തപസ് ചെയ്ത് മഹാദേവനെ വിവാഹം കഴിച്ചു. മഹാദേവനും പാർവതി കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു. പരസ്പര തപസ്സമ്പത് ഫലായിത പരസ്പരം പ്രപഞ്ചമാതാപിതരോ പ്രാഞ്ചൗ ജായാപതീസ്തു മഹാ. അങ്ങനെ പാർവതി കല്യാണത്തോടാണ് ഈ ദക്ഷയാഗം സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് എല്ലാ പാപങ്ങളും നീങ്ങും. ഇതം പവിത്രം പരമീശചേഷ്ടിതം യശസ്യം ആയുഷ്യമഭോഗമർഷണം യോ നിത്യദാ കന്യനരോണു കീർത്തയേത് ധുനോത്യകം കൗരവ ഭക്തിഭാവതഃ. ഭക്തിയോട് ഇത് കേൾക്കുന്നവർക്ക് യശസ് ആയസ് പാവങ്ങളൊക്കെ നീങ്ങി ക്ഷേമം ഉണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞു കൊടുത്ത് ആരാണ് പറയുന്നു? ഉദ്ധവൻ, പരമകൃഷ്ണഭക്തനായ ഉദ്ധവനാണ് എനിക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തു എന്നാണ് മൈത്രേയൻ വിതുരനോട് പറയുന്നു. നമുക്ക് ഒരു നാമാവലി പാടി സമർപ്പിക്കാം. അഖില ലോകരക്ഷക ജഗദീശ്വര, അഖില ലോകരക്ഷക ജഗദീശ്വര, ആനന്ദദായക പരമേശ്വര, ആനന്ദദായക പരമേശ്വര,
नन्दिवाहना हे नागभूषणा नन्दिवाहना हे नागभूषणा नन्दिवाहना नागभूषणा नन्दिवाहना नागभूषणा चन्द्रशेखरा मां पाहि शङ्करा चन्द्रशेखरा मां पाहि शङ्करा चन्द्रशेखरा मां पाहि शङ्करा चन्द्रशेखरा मां पाहि शङ्करा अखिललोकरक्षका जगदीश्वरा अखिललोकरक्षका जगदीश्वरा आनन्ददायका परमेश्वरा आनन्ददायका परमेश्वरा नन्दिवाहना हे नागभूषणा नन्दिवाहना हे नागभूषणा नन्दिवाहना नागभूषणा नन्दिवाहना नागभूषणा चन्द्रशेखरा पाहि शङ्करा चन्द्रशेखरा पाहि शङ्करा पाहि शङ्करा पाहि शङ्करा नमः पार्वती पतये हर महादेव जय बोल सद्गुरु महाराज।